ഹലോ ഓൾ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട്, എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കണം. അപ്പം ഇന്ന് ഞാൻ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ പോകുന്നത് ഓറഞ്ച് ചിക്കൻ്റെ റെസിപ്പി ആട്ടോ. ഇത് ഞാൻ കുറേ കാലമായിട്ട് ഉണ്ടാക്കണം വിചാരിച്ചിട്ടുള്ള ഒരു റെസിപ്പിയാണ്. പക്ഷേ എല്ലാം കൊണ്ടും ഇപ്പോഴാണ് സമയം കിട്ടിയത് ഈ റെസിപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് ഭയങ്കര സിമ്പിളായിട്ട് മീൻസ് നമുക്ക് കൂളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയും കൂടിയാണ്. ഒരുപാട് പണിയൊന്നും വേണ്ട. കട്ടിങ്ങും ചോപ്പിങ്ങും അങ്ങനെ എന്താ പറയുക, പേസ്റ്റ് ആക്കൽ ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി റെസിപ്പിയും കൂടിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കൽ, എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണ്ടതെന്നൊക്കെ നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമ്മളിവിടെ ഒരു മുട്ടയാണ് എടുക്കുന്നത്. ഒരെണ്ണം മതി, കാരണം നമ്മൾ എത്ര ചിക്കൻ എടുക്കുന്നു അതിനനുസരിച്ചിട്ട് മുട്ട കൂട്ടി കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കിലോ ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഒരു മുട്ട ധാരാളം. അപ്പോൾ നമ്മൾ ബോൺലെസ് ആയിട്ടുള്ള ചിക്കനാട്ടോ എടുക്കുന്നത്. അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ എഗ് മിക്സിലേക്ക് നമ്മൾ കഴുകി വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത് ശരിക്കൊരു മാരിനേഷൻ എന്ന് പറയാൻ പറ്റത്തില്ല. നമ്മൾ ചിക്കനൊന്ന് നമ്മൾ കോട്ടിങ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. അപ്പം ഇതിങ്ങനെ നമ്മൾ ഒരുപാട് സമയം വെക്കൊന്നും വേണ്ട. നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു സമയം, അത്രയും സമയം ഇത് ഈ മുട്ടയിലകത്ത് കിടന്നാൽ മതി. അപ്പോൾ ഇനിയുള്ള പരിപാടി, നമ്മൾ ഇവിടെ 2 ഓറഞ്ച് എടുത്തിട്ടുണ്ട്. 2 ഓറഞ്ച് മുഴുവനായിട്ട് തന്നെ വേണം. അതിൻ്റെ ജ്യൂസ് നമ്മളിങ്ങനെ പിഴിഞ്ഞിട്ട് തന്നെ എടുക്കണം കേട്ടോ. നമ്മൾ മിക്സിയിലിട്ടിട്ട് അടിച്ചിട്ടൊന്നും എടുക്കരുത്, ഇതുപോലെ പിഴിഞ്ഞിട്ട് എടുക്കണം. പിന്നെ ഇതിനകത്തുള്ള കുരുവും കൂടെ നമ്മൾ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ നല്ല മധുരമുള്ള ഓറഞ്ച് എടുക്കാൻ നോക്കാം. പുളിയുള്ള ഓറഞ്ച് ആയി കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ചിക്കനും നല്ല പുളിയായിട്ട് നിൽക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മളിതിലേക്ക് ഒരു 3/4 ടീസ്പൂണ് പഞ്ചസാരയും 1/4 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ 3/4 ടീസ്പൂണ് സോയാ സോസും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് വിനെഗറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടീസ്പൂണാണ് കേട്ടോ വിനെഗർ ചേർക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ടേബിൾ സ്പൂൺ ടീസ്പൂണൊക്കെ. അപ്പം എന്നിട്ട് ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഇതിലേക്ക് കസൂരി മേത്തിയും ചില്ലി ഫ്ലേക്സും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും നല്ലോണം മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചിക്കൻ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൈദപ്പൊടിയും കോൺഫ്ലവറും പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിലാണ് നമ്മൾ നേരത്തെ മുട്ടയിലൊന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചിക്കൻ ഉണ്ട്, അത് ഇതിനകത്ത് കോട്ട് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ഒരു പൗഡർ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കിയിട്ടില്ല. നമ്മൾ ചിക്കനെല്ലാം നമ്മൾ ഇതിൽ കോട്ട് ചെയ്തെടുക്കണം. ഡബിൾ കോട്ടിങ്ങിൻ്റെ ആവശ്യമില്ല, എല്ലാം സിംഗിൾ കോട്ടിങ് മതി. അതിന് ശേഷം നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ചിക്കൻ ഒരുപാട് സമയം ഇങ്ങനെ മാറ്റി വയ്ക്കുന്നു വേണ്ട. ഇങ്ങനെ ചെയ്ത ഉടനെ തന്നെ നമുക്ക് നേരെ പാനിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടാണ് ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഒരുപാട് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല, കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ഇതെങ്ങനെ ഫ്രൈ ചെയ്താലും നല്ല ക്രിസ്പി ആയിട്ട് തന്നെ കിട്ടും കേട്ടോ. കാരണം നമ്മൾ മൈദപ്പൊടിയും അതുപോലെ കോൺഫ്ലവറും ആണല്ലോ ഡിപ്പ് ചെയ്തെടുത്തിട്ടുള്ളത്, കോട്ടിങ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ക്രിസ്പി ആയിട്ട് വരും. ക്രിസ്പി ആയിട്ട് വരണം, അതാണ് നമ്മുടെ ചിക്കന്, നമ്മുടെ ഈ ഒരു റെസിപ്പീൻ്റെ നമ്മുടെ ചിക്കൻ അങ്ങനെ വേണം. അപ്പം ഇത് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ചിക്കന് ഫ്രൈ ചെയ്തതിന് ശേഷം ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഈ ഒരു കളറായിട്ട് വരുമ്പോഴാണ് ചിക്കൻ നമ്മൾ കോരിയെടുക്കേണ്ടത്. ഇനി ഈ സെയിം പാനിലത്തെ ഓയിലൊന്ന് മാറ്റിയതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഓറഞ്ച് മിക്സ് ഉണ്ടല്ലോ, ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു 1/4 ടീസ്പൂണ് കുരുമുളക് പൊടിയെ ചേർത്ത് കൊടുക്കുന്നത്. ശരിക്കും ഈ ഒരു റെസിപ്പിക്ക് കുരുമുളക് പൊടീൻ്റെ ആവശ്യമില്ല കേട്ടോ. പക്ഷേ നമ്മൾക്ക് കുരുമുളക് പൊടി ഇല്ലാതെ ഒരു എരിവില്ലാതെ നമുക്ക് കഴിക്കാൻ ടേസ്റ്റ് ചെയ്യല്ലോ. പിന്നെ നമ്മളിതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് കോൺഫ്ലവർ മിക്സാണ്. ഇത് നമ്മൾ നല്ല തിക്ക് ഒരു ഗ്രേവി ആയിട്ട് കിട്ടാനും അതുപോലെ നമ്മുടെ ചിക്കന് നല്ല ഒരു ഷൈനിങ് ആയിട്ടിരിക്കാനും വേണ്ടിയിട്ടാട്ടോ നമ്മൾ കോൺഫ്ലവർ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പ്
നോക്കിയിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. നമ്മൾ ഓൾറെഡി ഇതിനകത്ത് ഉപ്പിട്ടതാണ്, പിന്നെ ചിക്കനിൽ ഉപ്പുള്ളതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കന് ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതേ ഇത്രയേ ഉള്ളൂ, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന റെസിപ്പി അല്ലേ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാനിത് സാധാ ചോറിൻ്റെ കൂടെയായിട്ട് കഴിച്ചത്, അപ്പോൾ എനിക്ക് അത്ര വലിയ കോമ്പിനേഷൻ ആയിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നെയ്ച്ചോറിൻ്റെ കൂടെ കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഫ്രൈഡ് റൈസും ചപ്പാത്തി പൊറോട്ട ഇതിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ചായൻ്റെ കൂടെ ഇത് അങ്ങനെ ഇരുന്ന് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അവരെന്തായാലും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വേറെ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.